ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഷാഡോ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. നമ്മളെല്ലാ സാരീസും ഒക്കെ ഇടുമ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൂടെ കാണിക്കുവാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാറുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ ലാസ്റ്റ് കാണിച്ച ഷാഡോ വർക്ക് ചെയ്ത സാരിയിലെ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഇത്. അപ്പൊ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നമ്മൾ റിങ് സെറ്റ് ചെയ്ത് ഇതിനകത്ത് ഡിസൈനും സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓൾറെഡി നൂല് എങ്ങനെയാണ് കെട്ടിയിടുന്നത് എന്നുള്ളത് നേരത്തെ വീഡിയോസിൽ കാണിച്ചായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കെട്ടിയിടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമേ. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സൂചിയിലേക്ക് ഇങ്ങനെ ഈ നൂല് പിടിച്ചിട്ട് നമ്മൾ ബുള്ളിയൻ നോട്ട്സ് ചെയ്യുന്നത് പോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. വേണ്ട ഒരു 2-3 പ്രാവശ്യമൊക്കെ ചുറ്റിയിട്ട് ഈ സൂചി നമ്മൾ ബുള്ളിയൻ നോട്ട്സ് ചെയ്യുന്ന പോലെ തന്നെ ഈ സൂചി ഇങ്ങനെ എടുത്തിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ വേണ്ടോ അതിൻ്റെ എൻ്റെതേ ലോക്കായി വരും. ഇത് വേണ്ടോ, ഇത് നല്ല മുറുക്കമുള്ള കെട്ട. മറ്റേതിനേക്കാളും കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ളൊരു പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ടൈപ്പ് നോട്ടാണ്. ഈ ഒരു നോട്ടാണ് നമ്മളിപ്പോൾ ഇടുന്നത്. നമുക്ക് ഇതിനകത്ത് ഷാഡോ വർക്ക് ചെയ്തു തുടങ്ങാം. ഇതിനകത്ത് നമ്മൾ 5 പെറ്റൽസ് ഉള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമ്മൾ ഷാഡോ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു സെൻട്രൽ പോർഷനിൽ നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഫസ്റ്റ് നീഡിൽ കുത്തിക്ക് ഇറക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മളത് വെച്ചിട്ട് ഈ കറക്റ്റ് ആ ഒരു സെൻട്രൽ പോയിന്റിലേക്ക് ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ ബാക്കിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് നെക്സ്റ്റ് നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ആ പെറ്റലിൻ്റെ തന്നെ അപ്പുറത്തെ വശത്ത് ഇതുപോലെ കുറച്ച് മുമ്പോട്ട്, അതായത് ആ സ്റ്റാർട്ടിങ് ആ ഒരു ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തല്ലാതെ കുറച്ച് മുമ്പോട്ട് കയറ്റി നീഡിൽ കയറ്റി പുറകോട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇത് കണ്ടോ, ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തോട്ട് വരിക. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് കയറ്റി കുത്തുക. ആ നമ്മൾ കുത്തിയെടുത്തോട്ട് കണക്ട് ചെയ്ത് കുത്തുക. നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒത്തിരി അകത്തി കുത്താതിരിക്കുക. അകത്തി കുത്തിയാൽ നമ്മുടെ ഈ ഒരു ഷാഡോയുടെ ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പ് വരും. ഒരു നോർമലായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമായിട്ട് കുത്തിയെടുക്കുമ്പോഴാണ് നന്നായിട്ട് ഫില്ല് ചെയ്ത ഒരു ഷാഡോ വരുന്നത്. അല്ല നമ്മൾ ഒത്തിരി ഗ്യാപ്പ് ഇടുവാണെങ്കിൽ നമ്മുടെ പുറകിൽ നമ്മൾ ആ ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് ആണല്ലോ നമുക്ക് ഷാഡോ ആയിട്ട് വരുന്നത്. നമുക്ക് ബാക്ക് സൈഡ് ഇത് ഹെയറിംഗ് ബോൺ സ്റ്റിച്ചാണ് വരുന്നത്, അതാണ് നമുക്ക് ഷാഡോ ആയിട്ട് വരുന്നത്. അവിടെ ഒത്തിരി ഗ്യാപ്പ് ഇട്ടാണ് ആ സ്റ്റിച്ച് വരുന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ വരുന്ന ഷാഡോയിലും ആ ഒരു ഗ്യാപ്പ് വരും. ചെറിയ രീതിയിൽ നമ്മൾ വലിയ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ട് ചെറിയൊരു രീതിയിൽ ആ ഒരു ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് നമുക്ക് മുകളിൽ കൂടെ തന്നെ കാണാൻ പറ്റും. എന്നാലും അതിൽ വലിയൊരു ഗ്യാപ്പ് വന്നാൽ ആ ഷാഡോയുടെ ഭംഗി അത്രയും വരില്ല. അതുകൊണ്ട് മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും ചെറിയതായിട്ടെടുത്ത് വേണം ഈ ഒരു ഷാഡോ വർക്ക് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ഇത് കുത്തിയെടുക്കാനായിട്ട്. അതുപോലെ എപ്പോഴും കുത്തിയെടുക്കുമ്പോഴാണെങ്കിലും ഒരേ വലുപ്പത്തിലുള്ള ഓരോ സ്റ്റിച്ചുകൾ, അതായത് ഈ കുത്തുന്ന ഓരോ സ്റ്റിച്ചുകളും ഏകദേശം സെയിം സൈസിൽ തന്നെ കുത്താനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ ആ ഒരു ഫ്ലവറിന് കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. പല അകലത്തിലാണ് നമ്മൾ കുത്തുന്നതെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഈ ഒരു പോർഷനാണല്ലോ നമ്മൾ നല്ല റൈറ്റ് സൈഡായിട്ട് വരുന്നത്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ വള്ളി ഓരോ പോലെ ഇരിക്കുവാണെങ്കിൽ അതിനൊരു ഫിനിഷിങ് ഇല്ലാതെ ഇരിക്കും. അപ്പം മാക്സിമം നമ്മൾ അത് ഐഡൻറ്റിക്കലായിട്ട് തന്നെ കുത്തുവാണെങ്കിൽ കുത്തി ഇങ്ങനെ ഇറക്കി ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലവറിന് അത്രയും തന്നെ ഫിനിഷ് വരും. നമുക്കിത് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ്, പക്ഷെ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ ആ ഷാഡോ സ്റ്റിച്ച് ഫുള്ള് ചെയ്തെടുക്കുമ്പോഴത്തേനും കുറച്ച് സമയമെടുക്കും അത് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട്. നമുക്കിപ്പോൾ ഈ ഒരു 5 പെറ്റലൊക്കെ ചെയ്ത് വരാനായിട്ട് ഒരു ഇച്ചിരി ടൈം എടുക്കും. ഒത്തിരി ലോങ് ടൈം അല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചോ ലേസി ഡേസി ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം നമുക്കൊരു ഷാഡോ സ്റ്റിച്ച്
ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പം അതിൻ്റെ ഒരു കിട്ടുന്ന ഒരു ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ടും കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു ലുക്കായിരിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഒരു സിമ്പിൾ ലുക്കും ആയിരിക്കും, പക്ഷെ ഒരു ക്ലാസി ലുക്കും ആയിരിക്കും. ഷാഡോ വർക്കൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ലൈറ്റ് ഷെയ്ഡ്സിലൊക്കെ ഷാഡോ വർക്ക് ചെയ്താൽ, ഇപ്പോൾ ഈ ലെമൺ യെല്ലോ പോലെയാണെങ്കിൽ അല്ലെ പിങ്ക്, അതുപോലത്തെ ലൈറ്റ് ഷെയ്ഡ്സിലൊക്കെ ഷാഡോ വർക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് ആ ഒരു കോൺട്രാസ്റ്റിങ് കളർ കോമ്പിനേഷനൊക്കെ വരുമ്പോഴത്തേനും എപ്പോഴും നല്ലൊരു ഇച്ചിരി സിമ്പിളായിട്ടുള്ള വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു നല്ല ചോയ്സാണ് ഷാഡോ വർക്ക്. പിന്നെ എപ്പോഴും ആണെങ്കിലും ഈ പണ്ട് തൊട്ടേ ഷാഡോ വർക്ക് അത്യാവശ്യം എല്ലാവർക്കും ട്രെൻഡിങ് ആയിട്ടൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ്. പണ്ട് തൊട്ടേ ഷാഡോ വർക്ക് സാരീസ് ആണെങ്കിലും വർക്ക് ഹാൻഡ് എംബ്രോയിഡറിയിൽ എപ്പോഴും ഒരു ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു 1-2 സ്റ്റിച്ചുകളിലൊന്നാണ് ഷാഡോ വർക്ക്. ക്രോസ് സ്റ്റിച്ചൊക്കെ പോലെ തന്നെ രണ്ടും ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കുമെങ്കിലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള വർക്ക്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഇത് ഫുൾ എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തത് കാണിക്കുന്നതിലും നിങ്ങൾക്കും അത് ഒത്തിരി ടൈം എടുക്കുമ്പോൾ അത് വീഡിയോയുടെ ലെങ്തും കൂടും. അതുപോലെ ഇത് ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് ഇനി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും. ഇപ്പോൾ ഏകദേശം ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഈ സെയിം പ്രോസസ്സ്, അതായത് നമുക്ക് ഇതിനകത്ത് ഇനി വ്യത്യാസമൊന്നുമില്ല. ഈ സെയിം രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കുത്തി എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ആയിട്ടൊന്നും പറയാനില്ല. ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു വെറുതെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് ഓടിച്ച് ബാക്കി ഇനി ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഇത് ഇവിടെ നമ്മൾ ഈ ഒരു ആർക്ക് ഷേപ്പ്, അതായത് ഇങ്ങനെ ഒരു ആ ഒരു കർവ് വരുന്നുണ്ടല്ലോ, ആ കർവ് പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ നമ്മൾ ഇനി ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലായി പോകും. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലാവാതെ നമുക്ക് ഇനി ഈ ഭാഗം നമുക്ക് ചെയ്യാം. ഈ ഭാഗം ചെയ്യാനായിട്ട് നമുക്കിനി ഇവിടുന്ന് ജസ്റ്റ് ഇറക്കിപ്പോൾ നൂല് സൂക്ഷിച്ച് ഇനി വന്നിട്ട് ഇവിടെ താഴോട്ട് നമ്മൾ കുത്തുക. അതതിൻ്റെ ആ ഒരു ജോയിന്റ് വരുന്ന ആ ഫ്ലവറിന്റെ പെറ്റലിന്റെ നടുവശം ഉണ്ട് ജോയിന്റ് വരുന്നത്. ഇനി നമ്മളിവിടെ ആ ഒരു കർവ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ കർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻഡ് പോർഷൻ വരുമ്പോഴത്തേനും ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഈ പെറ്റലിൻ്റെ ഈ വശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തുണ്ടോ. ഇവിടെ നമ്മൾ ആ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കർവ് കൂടെ അതുപോലെ തന്നെ ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇത്ര ഇങ്ങനെ രീതിയിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു പെറ്റൽ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ബാക്കി പെറ്റൽസ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഫ്ലവർ നമുക്ക് അതിൻ്റെ ഒരു ഷാഡോ വർക്ക് പോർഷൻ കംപ്ലീറ്റ് ആവും. അപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്ലവർ ഫുള്ളും ഈ ഒരു വർക്ക് ചെയ്ത് ഫുൾ ചെയ്തെടുത്തത് കൊണ്ട് ഇപ്പോൾ ഇത് ഫുൾ ആ ഒരു ബ്ലൂ കളർ നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ഷാഡോ വന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നമ്മൾ ഈ പറഞ്ഞ ഒരു പെറ്റലേന്ന് മറ്റേ പെറ്റലിലോട്ട് വരച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു വള്ളി. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഹാരിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്ത ഫ്ലവേഴ്സിൻ്റെ നല്ല വശം പോലെ തന്നെയാണ് ഷാഡോ വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നത്. നമുക്കിതിൻ്റെ നടുക്ക്
ചെറിയ പേൾ വർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊടുക്കാം. ഞാൻ ആ ഒരു സെയിം കളറിലെ നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്ന ത്രെഡ് വെച്ച് തന്നെയാണ് ബീഡ്സും ഇതിൻ്റെ നടുക്കോട്ട് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ ഒരു ബീഡ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ബീഡ് എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് സെൻറ്ററിലുള്ള ബീഡ് കൊടുത്ത് അതിനുശേഷം നമുക്ക് ചുറ്റും കൊടുക്കുന്ന ആ ഒരു ബീഡ്സ് ഒരുമിച്ച് കൊടുത്ത് ലോക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു സെൻട്രൽ ബീഡ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിന് ചുറ്റുമുള്ള ആ ഒരു ബീഡ്സ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് കൊടുക്കാം. നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബീഡ്സ് ഒന്നും ഈ പറഞ്ഞ പോലെ പൊട്ടിപ്പോവോ അല്ലെങ്കിൽ പറഞ്ഞു പോവുമൊന്നുമില്ല. നമ്മൾ നല്ല സ്റ്റേണായിട്ട് നന്നായിട്ട് ഇങ്ങനെ നൂല് വെച്ച് തയ്ച്ച് തന്നെയാണല്ലോ വെക്കുന്നത്. ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ പോവുമെന്ന് പേടി വരും. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കുന്നത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. നമ്മൾ എത്ര വാഷ് ചെയ്താലും ഈ ബീഡ്സ് ഇങ്ങനെ തന്നെ ഇരുന്നോളും, അത് പോത്തൊന്നുമില്ല. അതുപോലെ നമ്മൾ ഇത് പറഞ്ഞ പോലെ ഈ ബീഡ്സ് വെച്ച സാരീസ് ആണെങ്കിലും മറ്റ് വർക്ക്സൊക്കെ ആണെങ്കിലും അയൺ ചെയ്യുമ്പം ഈ ബീഡ്സിൻ്റെ മണ്ടേ കൂടെ അയൺ ചെയ്യാനായിട്ട് അയൺ ചെയ്യാതെ ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ ഇത് സ്റ്റിഫായിട്ടിരിക്കുന്നതിന് നമുക്ക് ഈ ഒരു നടുക്കത്തെ ആ ഒരു പേളിനിടയ്ക്കൂടെ ഇങ്ങനെ നീക്കി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതാ ഒരു ഫ്ലവർ പോലെ. അതിന് നമുക്കിതിൻ്റെ ഇടയ്ക്കൂടെ ത്രെഡ് ഇട്ടിട്ട് ഇതിനെ സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കും ആ ഫ്ലവർ പാറ്റേണിൽ തന്നെ. എന്തോ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൂടെ നീട്ടിൽ കൊടുത്ത് നമ്മളതിനെ ഓരോ ഡയറക്ഷനിലോട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ പ്രാവശ്യവും നമ്മളതിന് ടൈറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേനും അത് നല്ല സ്റ്റേണായിട്ട് തന്നെ ഒരിക്കലും പറഞ്ഞു പോകാതെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ നമ്മൾ 2-3 എണ്ണം അവിടെ ഇവിടെ എല്ലാ ബീഡ്സിൻ്റെ ഇടയ്ക്കൂടെ വരുന്ന പോലെ ലോക്ക് ചെയ്ത് വെക്കണം. അന്നേരം അത് നല്ല സെക്യൂറായിട്ട് തന്നെ ബീഡ്സ് ഇരിക്കും. ഇത്രയും ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ? അപ്പം നല്ല ഭംഗിയായിട്ട് നടുക്കുള്ള ബീഡ്സും സെറ്റായി നല്ല ഭംഗിയായിട്ട് ആ ഒരു ഫ്ലവറിന് നല്ലൊരു ഫിനിഷിങ് വന്നു. ഇനി നമുക്ക് ഈ ഒരു ത്രെഡ് കെട്ടിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ഷാഡോ വർക്ക് വെച്ച് തന്നെ ഇവിടെ ഒരു ഗ്രീൻ ലീഫും കൊടുക്കുന്നത്. നമ്മൾ ഈ പെറ്റൽ ചെയ്ത് അതേപോലെ തന്നെയാണ് ലീഫും കാണിക്കുന്നത്. ഞാൻ റിപ്പീറ്റായിട്ട് വീണ്ടും ഇങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ചെയ്ത് കാണിച്ച അതേ പാറ്റേൺ തന്നെ ഷേപ്പ് മാറുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഇട്ടതിന് പകരം ഇത് നല്ല ഷാർപ്പായിട്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇവിടുന്ന് തുടങ്ങി നമുക്ക് ഈ ഒരു പെറ്റൽ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുന്ന പോലെ ഈ ലീഫ് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കാണിച്ചത് എല്ലാവർക്കും ഒക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ വർക്കുകൾ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റിലൂടെ പറയുവാണെങ്കിൽ നമ്മൾ അത് പ്രകാരം ഇനിയുള്ള വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം എല്ലാ ആൾക്കാർക്കും ഒക്കെ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. എന്നാലും ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഇത് വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.